شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു നബിവചനമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന വിശ്വാസികൾ അവർ ജീവിതത്തിൽ പുലർത്തേണ്ട 3 നിഷ്ഠകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്നാമത് പറഞ്ഞത് ഫൽയഖുൽ ഖൈറൻ, അവർ സംസാരിക്കുന്നുവെങ്കിൽ നല്ലതു സംസാരിക്കട്ടെ എന്നാണ്. ഔ ലിയസ്മുത്, നല്ല കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അവർ മൗനം പാലിക്കട്ടെ എന്നാണ്. ജീവിതത്തിൽ അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഒരു സ്വാഭാവികമായ നോർമലായിട്ടുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ നമുക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ്. മനുഷ്യരെന്ന നിലക്ക് നമുക്കൊക്കെ വീഴ്ചകൾ പറ്റും, പാകപ്പിഴവുകൾ ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഏറ്റവും വിശുദ്ധരായ ആളുകളായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞുകൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ പൊതുവെ സ്വീകരിക്കാവുന്ന ഒരു വലിയ മാർഗമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അപമാനിക്കാത്ത, മറ്റുള്ളവർക്ക് ഹാനികരമാവാത്ത, സമൂഹത്തിന് വലിയ ദോഷങ്ങൾ സൃഷ്ടിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അല്ല, എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും ഈ സദസ്സിൽ പ്രത്യേകിച്ച് പറയാനില്ല എങ്കിൽ മൗനം പാലിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. നമുക്കറിയാം, എല്ലാ തത്വവചനങ്ങളിലും മൗനം എന്നുള്ളത് വലിയ ആശയ സംവേദനത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കുറ്റകരമായ കാര്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ല അത്ര നല്ല ഒരു കാര്യമെന്ന് മനസ്സിലാക്കുകയും നല്ലതെന്താണ് പറയാനുള്ളത് എന്ന് ചിന്തിക്കുകയും അത് ദോഷകരമല്ലാത്ത, മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കാത്ത, മറ്റൊരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താത്ത, മറ്റൊരാളുടെ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയും മാന്യമായി ജീവിച്ച് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത് പറഞ്ഞത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു എന്നാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ നിർവഹിക്കേണ്ട കാര്യം ഫൽയുക്രിം ജാറഹു എന്നാണ്. അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ്. അയൽവാസിയോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ നിർദ്ദേശിച്ചിട്ടുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. ഏറ്റവും ആദരവോടുകൂടി അയൽവാസിയെ കാണണമെന്ന്, അയൽവാസിക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു വാക്കോ നോക്കോ പ്രവൃത്തിയോ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് വീടുകൾ താമസിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളേറ്റവും മാന്യമായ ഒരു അയൽപ്പക്ക ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ്. പരസ്പരം ഉള്ളതുകൊണ്ട് പങ്കുവച്ച്, പരസ്പരം സ്നേഹം പകർന്നു നൽകി, ആദരവോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ച്, പരസ്പരം അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന, സംശയങ്ങൾ ബാക്കി വെക്കാതെ ഉള്ളത് തുറന്നു പറഞ്ഞ് ജീവിക്കുന്ന ആളുകളായി അയൽപ്പക്കക്കാരോട് ജീവിക്കാനും മാന്യതയോടുകൂടി പെരുമാറാനും ഒരു വിശ്വാസി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മൂന്നാമത് പറഞ്ഞത് ഫൽയുക്രിം ലൈഫഹു എന്നാണ്. അതിഥിയെ ആദരിക്കണം ഒരു വിശ്വാസി എന്നാണ്. അതിഥിയെ ആദരിക്കാനും മാനിക്കാനും അതിഥികളെ സൽക്കരിക്കാനും വലിയ താല്പര്യം ഇസ്ലാം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹത്തിൽ മറ്റ് സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിഥികളെ വലിയ ആദരവോടുകൂടി കാണാനും അത്തരം ഒരു കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത് നിലനിർത്താനും നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാനും
ഏറ്റവും മാന്യമായി അതിഥികളോട് പെരുമാറാനും അവരെ സൽക്കരിക്കാനും അവരെ ആദരിക്കാനും, പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. നോമ്പുകാലത്ത് സ്വഹാബത്തിൻ്റെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും അവർ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ നോമ്പ് തുറപ്പിക്കാൻ അങ്ങേയറ്റം ഉത്സാഹം കാണിച്ചിരുന്നു. ഉള്ളതിൽ നിന്ന് പകുത്തു കൊടുത്തുകൊണ്ട് അവരത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അങ്ങനെ നോമ്പുകാരെ കൂടെ ചേർക്കാനും അയൽവാസിയെ ആദരിക്കാനും അതിഥികളെ മാനിക്കാനും നല്ല കാര്യങ്ങൾ പറയുകയും തീയ കാര്യങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ റമദാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ.